നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറിനെ കോടതിയിൽ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കീല്. ഈ സമയത്ത് മനോഹറിനോട് വക്കീല് ചോദിച്ചു, അല്ല, നീ നിന്റെ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ നിന്റെ ഈ ജോലി? ഓരോ പെൺകുട്ടികളെ വശത്താക്കി അങ്ങനെ അവരെ വഞ്ചിച്ചു വിടുന്നേ. ഈ സമയം മനോഹർ വക്കീലിനെ നോക്കി. പിന്നീട് വക്കീൽ പറഞ്ഞ്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ നീ ജൂഡി എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായി. അവസാനം നീ അവരോടൊപ്പം ഖത്തറിലേക്ക് പോയി. അവള് പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് അവള് പ്രസവിച്ചു. അവളുടെ കുഞ്ഞിന്റെ പേര് എലിസബത്ത് എന്നായിരുന്നു. പിന്നീട് ഇപ്പൊ അവള് ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക ഖത്തറില്. അതിനുശേഷം അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടുന്ന് മുങ്ങി നേരെ തിരുവനന്തപുരത്ത് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അവിടുന്ന് പിന്നീട് നേരെ കട്ടപ്പനയ്ക്ക് കിടന്നു. പിന്നെ അവിടെയും പെൺകുട്ടികൾ. അങ്ങനെ ഈ 17ാമത്തെ വയസ്സ് തൊട്ട് 38ാമത്തെ വയസ്സ് വരെ ഇവന് എത്ര ഭാര്യമാരുണ്ടെന്നറിയോ? 66 ഭാര്യമാരുണ്ട്. അതില് 57 കുട്ടികളുമുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പം കോടതിയിലുണ്ടായിരുന്ന കിരണും കല്യാണിയും വരെ ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. കാരണം ഇത്ര ഭാര്യമാരോ? പക്ഷേ തങ്ങൾക്കറിയാവുന്ന കുറച്ചു പേരെ മാത്രമാണ്. പിന്നീട് മനോഹറിന്റെ അടുത്ത് ചെന്നിട്ട് വക്കീൽ ചോദിച്ചു, സത്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം. മനോഹറിന് ഉത്തരവില്ല. പിന്നീട് മനോഹറിനോട് പറഞ്ഞു, ഈ കാലത്തിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം നിനക്ക് ആരുടെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലാന്ന് പറയാ. ആ, അതറിയാ ഇല്ലാന്ന്. എങ്കിലും ഒന്ന് ചോദിച്ചെന്നുള്ളൂ. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, എനിക്ക് ഒരാളോടുണ്ട്. അതാരോടാ? അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായ സരയുവിനോട്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു, ഇപ്പോഴത്തെ ഭാര്യയോ? ഇപ്പോഴത്തെ നിന്റെ ഭാര്യ മരിയല്ലേ? അല്ല, അതിനു മുമ്പുണ്ടായിരുന്ന സരുവിനോടൊപ്പമാണ് ഞാൻ 2 വർഷക്കാലം മോളിൽ താമസിച്ചത്. കുറെ കാലം താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് സരുവിനോടൊപ്പമാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. ഞങ്ങൾക്ക് 2 പേർ കൂടെ. കൺമണി എന്നാ പേര്. എനിക്ക് അവളോട് മാത്രം ഇപ്പോഴും ഇഷ്ടമാ. ആ സമയത്ത് മരിയ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, കള്ളത്തരം പറയുന്ന കേട്ടോ. ആ സമയത്ത് വക്കീല് പറഞ്ഞു, നിനക്ക് അങ്ങനെ അവരുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ വീണ്ടും വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് പറക്കുമായിരുന്നോ? അല്ല, അമേരിക്കയിലേക്ക് പറക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നോ? അത് കേട്ടപ്പോൾ മനോഹറിന് ഉത്തരവില്ല. അല്ല, നീ അമേരിക്കയിലേക്ക് പോയി എങ്ങനെയായിരുന്നടാ ആ കുഞ്ഞിനെ പിന്നെ കാണുന്നേ? അല്ല, അത് പിന്നെ ഞാൻ എങ്ങനെയായാലും കണ്ടേരാം. ഏതായാലും കോടതിയിൽ ജഡ്ജിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നീട് വക്കീല് പറഞ്ഞു, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ നിയമപരമായിട്ട് 66 ഭാര്യമാരും നിനക്കുണ്ട്. പക്ഷെ ഇത് കൂടാതെ അറിയപ്പെടാതെ വീണ്ടും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെല്ലാരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവര് നിർത്തി പൊങ്കാലി ഇടാനുള്ളേ ഉള്ളൂ. ഇത്രയും പെൺകുട്ടികളുടെ ശാപമാണ് നീ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നിനക്ക് എന്തേലും പറയാനുണ്ടോന്ന് വക്കീലൊക്കെ ചോദിക്കുകയാണ്. ഇത് സമയത്ത് മനോഹർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. മനോഹറിനൊന്നും പറയാനില്ല. മനോഹറിന് മനസ്സിലായി അവൻ പിടിക്കപ്പെട്ടെന്നുള്ള. പിന്നീട് കോടതിയിൽ ജഡ്ജി പറഞ്ഞു, എൻ്റെ ഇത്രയും നാളത്തെ സർവീസിനിടയ്ക്ക് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ നേരെ കൈകൂപ്പാണ്. സാധാരണഗതിയിൽ ഇവിടെ വരുന്ന പ്രതികളാണ് ജഡ്ജിനെ നേരെ കൈകൂപ്പുന്നത്. പക്ഷെ ഞാൻ നിന്റെ നേരെ നോക്കി കൈ കൂപ്പുക. എന്തിനാണെന്നറിയാവോ? ഇത്ര ഒരുത്തനെ ഞാൻ ഇന്നു മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ 10-66 ഭാര്യമാര് നിന്നെ നമിച്ചിരിക്കുന്നു ഈ കോടതി പോലും. അങ്ങനെ അവനുള്ള ശിക്ഷ കൊടുക്കുകയാണ്. അവനെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. കാരണം അത്ര അതിഗംഭീരമായിട്ടാണ് വക്കീല് കോടതിയിൽ വാദിച്ചത്. മനോഹറിന് മനസ്സിലായി ഇനി ഒന്നും തനിക്ക് പറയാനില്ലെന്ന്. അവസാനം ജഡ്ജിയും ചോദിച്ചു, എന്തേലും പറയാനുണ്ടോ? ഇല്ല എന്ന് പറയാ. എന്ത് പറയാൻ പറ്റും? കാരണം തെളിവോട് സഹിതം പിടിക്കപ്പെട്ടല്ലോ. അവന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ അവിടെ വെച്ച് തന്നെ പുറത്തായി. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങി മീഡിയക്കാരും എല്ലാം ഉണ്ട്. അങ്ങനെ മീഡിയക്കാരൊക്കെ മനോഹറിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മനോഹർ പറഞ്ഞു, ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ പെൺകുട്ടികളെ വഞ്ചിച്ച് വശത്താക്കി ഒടുവിൽ അവരെ ഇങ്ങനെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴാ അതൊക്കെ ഞാൻ ചെയ്ത എത്രമാത്രം വലിയ തെറ്റാന്ന് ബോധ്യമാവുന്നേ. ഇത്രയും കാലം എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിക്കുകയാണ്. അപ്പോഴേക്കും കിരണിന്റെ അടുത്ത് നിന്നിട്ട് കല്യാണി പറഞ്ഞു, അവന്റെ കുമ്പസാരം കണ്ടോ? പിന്നീട് മനോഹർ പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ആരോടും ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കിരണിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. കിരണിനോട് പറഞ്ഞു, എൻ്റെ മോള് നിങ്ങളുടെ കൈ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം. എൻ്റെ മോളെ നിങ്ങൾ നോക്കണം. അവൾക്കൊരു പോറൽ പോലും സംഭവിക്കില്ല. എനിക്കറിയാം കിരൺ സാറും കല്യാണി മാഡം നല്ല രീതിയിൽ തന്നെ നോക്കുമെന്ന്. ആ സമയത്ത് മരിയ പറഞ്ഞു, അവന്റെ ഒരു അഭിനയം കണ്ടോ? അവൻ ഇത്ര മോളോട് സ്നേഹം ഉണ്ടായിട്ടാ അവൻ അമേരിക്കയിലേക്ക് എൻ്റെ ഒപ്പം വരാൻ നിന്നേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇതവന്റെ അഭിനയമല്ല, ഇതവന്റെ ഒറിജിനലാ. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും നാളും അവന് ആരോടൊപ്പം താമസിച്ചിട്ടില്ല. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് മുങ്ങല്ലേ അവന്റെ പതിവ്. ആദ്യമായിട്ടാ കൺമണിമോളോടൊപ്പം അവൻ ഇത്രയും കാലം കഴിയുന്നേ. അതുകൊണ്ട് അവന്റെ പ്രത്യേക അറ്റാച്ച്മെന്റ് ആ മോളോടുള്ളത്. അങ്ങനെ മനോഹറിനെ
കയറടാന്ന് പറഞ്ഞ് ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോകണം. ആ സമയം അതൊക്കെ ടി വിക്കകത്ത് കണ്ടുകൊണ്ടിരുന്ന സരുവിന് സമനില എറ്റുന്ന പോലെ തോന്നി. അവൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കുഞ്ഞിനോട് അവന് സ്നേഹമുണ്ട് പോലും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. സരുവിനെ അങ്ങ് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേഷ്യം. പിന്നീട് കിരണും കല്യാണി അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ കൂടെ തന്നെ മരിയാൻ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മരിയോട് പറഞ്ഞു, അല്ല ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ കാര്യങ്ങളൊക്കെ കിരൺ സാറിന് തന്നിട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നേ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ മനോഹരനെ കൂട്ടി വന്നേ. പക്ഷെ അന്ന് അവനിന്ന് വേണ്ടാന്ന് പറഞ്ഞു, ഇവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചേ. പക്ഷെ ഇനിയിപ്പോൾ ആ വർക്ക് കിരൺ സാറ് തന്നെ നോക്കിയാൽ മതി. അല്ല, പൂർണ്ണ വിശ്വാസമുണ്ടോ? അതെന്താ കിരൺ സാറെ അങ്ങനെ ചോദിക്കുന്നേ? കിരൺ സാർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്തായി തീരുമായിരുന്നു? എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമായിരുന്നോ? പോയാൽ പോലും അവനെ പോലുള്ള ഫ്രോഡിനോട് ജീവിക്കേണ്ടി വരില്ലായിരുന്നോ? എന്റെ ജീവൻ തിരിച്ചു പിടിച്ചു തന്ന കിരൺ സാറാ. എന്റെ മാത്രമല്ല, എത്ര പെൺകുട്ടികളുടെ ജീവിതം രക്ഷിച്ചു. അതിനുള്ള എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കിരൺ പറഞ്ഞു, ഞങ്ങൾ വർക്ക് തുടങ്ങിക്കോളാം. പിന്നെ പൈസയ്ക്ക് വല്ല ഷോർട്ടേജ് വന്നാൽ അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, പിന്നെ ഇട്ട് തന്നാൽ മതി. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അതിൻ്റെ ഒന്നും കുഴപ്പമില്ല, പൈസയൊക്കെ ഞാൻ ആവശ്യത്തിനുള്ള തന്നിട്ട് പോയിക്കോളാം. അല്ല, ഒരു 6 മാസത്തിനുള്ളിൽ ജോലി തീരുമോ? 6 മാസം കൊണ്ട് വർക്ക് തീരില്ല. കാരണം എൻ്റെ പണി പെട്ടെന്ന് തീരും. പക്ഷെ കല്യാണിയുടെ ഇന്റീരിയർ ഡിസൈന് കുറെ താമസം പിടിക്കും. അത് തന്നെ എല്ലാവരും കൂടെ കൂട്ടി ഒരു 5-8 മാസം പിടിക്കും. അത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു, അത് കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. അല്ല, മരിയ പോയിട്ട് ഇനി എന്നാ വരുന്നേ? ഞാൻ 6 മാസം കൂടും വരും. ഞാൻ 6 മാസം കഴിയുമ്പോൾ വരും. അപ്പൊ പിന്നെ നമുക്ക് കാണാലോ. കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ വീണ്ടും കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാലോ. പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കാലോ. കിരൺ പറഞ്ഞു, അത് മതിയെന്ന് പറയണം. ആ സമയത്ത് കല്യാണി പറഞ്ഞു, കിരണേട്ട പോകുന്ന വഴിക്ക് എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അവിടെ നിർത്തണമെന്ന് പറയാം. ശരി, ആയിക്കോട്ടെ എന്ന് പറയാം. ആ സമയത്ത് കാർത്തിക പ്രകാശന്റെ കൈയും പിടിച്ച് പ്രകാശനെ പതുക്കെ നടത്തിക്കുക. പ്രകാശൻ പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ തന്നെ നടക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനുണ്ടല്ലോ അച്ഛാ, എന്റെ കയ്യെ പിടിച്ചാൽ മതി. പിന്നെ എന്തിനാ അച്ഛൻ വിഷമിക്കണേ? എന്നാലും മോളെ, ഞാൻ മോളെ കല്യാണിയൊക്കെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടോ അവസാനം കണ്ടില്ലേ? ആ സമയത്ത് കാർത്തിക പറഞ്ഞു, അച്ഛൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതൊന്നും കാര്യമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അന്നത്തെ ആ സ്വഭാവം കാര്യങ്ങളും അച്ഛന് ചെറുതിലെ അനുഭവിച്ച് വന്നതിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങളാണിരുന്നല്ലോ. അതെ, അത് ശരി തന്നെയാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിൽ വളർന്നുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും പെൺകുട്ടികളെ കണ്ടെടുത്താൽ കാണത്തില്ല. പെൺകുട്ടികൾ ജനിച്ചാൽ തന്നെ കൊന്നുകളയണമെന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അവിടെയുള്ളവർ. അതുകൊണ്ട് ഞാനും അങ്ങനെയായി പോയത്. എൻ്റെ വൃത്തികെട്ട സ്വഭാവം അതിന് കാരണമായി തീർന്നു. ആ സമയം കാർത്തിക പറഞ്ഞു, ശരിയാ, ഒരു പക്ഷെ ആ ഗ്രാമത്തിലുള്ള ആ ആൾക്കാരുടെ ചിന്തയായിരിക്കും അച്ഛനെ മാറ്റിക്കളഞ്ഞ്. അച്ഛനെ തെറ്റു പറയാൻ പറ്റില്ല. ആ സമയത്ത് പ്രകാശം പറഞ്ഞു, എന്നാലും വേണ്ട മോളെ, എന്നോട് ഇത്ര സിമ്പതിയൊന്നും കാണിക്കണ്ട, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ജീവിച്ചിരിക്കാനുള്ള അർഹത പോലും ഇല്ല. ഇപ്പം മോളുടെ കല്യാണി മോളുടെ ഒക്കെ കാരണത്തിലല്ലേ ഞാൻ ജീവിക്കണേ. അത് പറയേണ്ട കാര്യമില്ല അച്ഛാ. എനിക്ക് കാര്യം ശരിയായി കഴിയുമ്പോൾ എനിക്കിനി ജോലിക്ക് പോകണം. എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി എനിക്ക് ഇതിലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പ്രകാശം പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കല്യാണി വരുന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാറായോ? അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അത് മോളെ, ഇപ്പൊ പിച്ച വെച്ച് നടക്കാറായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ കാല് ഭേദമാവും. അപ്പോഴേക്കും കാർത്തിക ചോദിച്ചു, പോയ കാര്യം എന്തായി? എല്ലാം ശരിയായോ? ശരിയായി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അവനുണ്ടല്ലോ മനോഹർ, അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ അവനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ഇപ്പൊ കോളം ഫില്ലായല്ലോ. അവിടെ ഗംഗാപ്രസാദ് ഉണ്ട്, രാഹുലുണ്ട്, പിന്നെ എൻ്റെ മോൻ വിക്രമുണ്ട്, ഇനി ഇവനും കൂടെ ആയല്ലോ. ആ സമയത്ത് കല്യാണി പറഞ്ഞു, അതെ, എല്ലാ കള്ളന്മാരും അകത്തുണ്ട്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു, മോളെ സൂക്ഷിക്കണം. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിക്കില്ല. അവർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ പ്ലാനുകളുമായിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. ജീവന് വരെ ആപത്തുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാനായിട്ട്. ആ സമയത്ത് കല്യാണി പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഇനിയിപ്പോൾ അവന്മാർ പുറത്തിറങ്ങാൻ പോകുന്നില്ലോ, അതുകൊണ്ട് ആ ഒരു പേടി വേണ്ടച്ചാ. എങ്ങനെ പുറത്തിറങ്ങാനായിട്ടാ? അവന്മാരെ അകത്താക്കിയില്ലേ. പോരാത്തിന് മനോഹർ എന്ന് പറയുന്നവനാണെങ്കിൽ ഇനി ആ ജീവൻ അതുകാലം പുറത്തിറങ്ങുമെന്ന് തോന്നില്ല. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അത് ശരിയാ. എന്നാലും കാർത്തി പറഞ്ഞു, കല്യാണി അങ്ങനെ ആശ്വസിക്കേണ്ട. കാരണം ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, ജയിലിൽ ചാടാൻ അതിവിദഗ്ധനാ. അയാൾ അതല്ലാതെ അപ്പുറം ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടേ നീങ്ങിയേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോൾ കല്യാണി പ്രകാശനെ കാർത്തി ഒരു ഞെട്ടലോടുകൂടി നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.